നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത് റേക്കി ഹീലിംഗ് സെഷനുമായിട്ട് ബന്ധപ്പെട്ട കോമൺ ആയിട്ട് കണ്ടുവരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നതിനേക്കാൾ ഉപരി പല രീതിയിലുള്ള ഭയങ്ങൾ എന്ന് വേണം പറയാൻ. അത് ഹീലറുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഹീലിയുടെ ഭാഗത്തു നിന്നാണെങ്കിലും. അപ്പോൾ ഒരു ഹീലിംഗ് സെഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് എല്ലാവരുടെ അടുത്തും ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ ഒരു ഭയം അല്ലെങ്കിൽ ഒരു കോമൺലി കണ്ടുവരുന്ന ഒരു ഡൗട്ട് എന്ന് വെച്ചാൽ, എൻ്റെ അടുത്ത് റേക്കി ഹീലിംഗ് സെഷനെ പറ്റി, അതായത് റേക്കിയെ പറ്റി പഠിക്കാൻ വരുന്നവരാണെങ്കിലും ക്ലാസ്സൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതിലാണെങ്കിലും ഈവൻ ഹീലിങ്ങിന് വേണ്ടി വരുന്ന ആൾക്കാരാണെങ്കിലും ഒക്കെ കോമൺ ആയിട്ട് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്, ഈ റേക്കി ഹീലിംഗ് സെഷൻ നമ്മൾ ചെയ്യുന്ന സമയത്ത് ആരാണോ അതായത് സ്വീകരിക്കുന്ന ആൾ ആരാണോ അവരുടെ കർമ്മ ഹീലർക്ക് ബാധിക്കില്ലേ എന്നുള്ളത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യം, നമ്മളല്ല റേക്കിയാണ് ചെയ്യുന്നതെന്നുള്ളൊരു പൂർണ്ണ ബോധം നമ്മളിലുണ്ടായാൽ മതി. ആരാണോ ഹീലർ അവരിലുണ്ടായാൽ മതി. ഒരു കാരണവശാലും നമുക്ക് അവരുടെ കർമ്മ ബാധിക്കാനൊന്നും പോകണില്ല. ഇത് പൊതുവേ എല്ലാവർക്കും ഉള്ളൊരു പേടിയാണ്. എത്രയോ പേര് റേക്കി പഠിച്ചിട്ട് സെൽഫ് ഹീലിംഗ് അല്ലാണ്ട് മറ്റുള്ളവർക്ക് ചെയ്യാതെ സെൽഫ് ഹീലിംഗ് മാത്രം ചെയ്തിട്ട് മുന്നോട്ട് പോകുന്ന ഒരുപാട് പേരുണ്ട്. അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ ഒരു ഉള്ളിലുള്ള പേടിയാണ്. അതുപോലെ തന്നെ നേരെ തിരിച്ചും സംശയമുണ്ട്. അതായത് ഈ ഒരു സംശയം വരുന്നത് ഹീലർക്ക് തന്നെയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഒരു അത്ഭുതകരമായ കാര്യം എന്ന് പറയണം. കാരണം എൻ്റെ അടുത്ത് റേക്കി പഠിച്ച ആളുകൾ തന്നെ ചോദിച്ചിട്ടുണ്ട്, നമ്മളൊരു എനർജറ്റിക് ഹീലിംഗ് ആണല്ലോ ചെയ്യുന്നത്, അപ്പം അവർക്ക് അവരുടെ കർമ്മ നമുക്ക് ബാധിക്കുന്ന പോലെ നമുക്കും നമ്മുടേതായ പല ഇഷ്യൂസും ഉണ്ടാവുമല്ലോ. കാരണം പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരില്ല. അപ്പം ഏതെങ്കിലും തരത്തിൽ നമ്മുടെ കർമ്മ അവർക്ക് ബാധിക്കില്ലേ എന്ന്. ഇവിടെ മനസ്സിലാക്കുക, നമുക്ക് കർമ്മ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹീലിയുടെ കയ്യിൽ നിന്നും ഒരു തുക വാങ്ങിയിട്ട്, ഒരു എനർജി എക്സ്ചേഞ്ച് വാങ്ങിയിട്ട് നമ്മൾ ഹീലിംഗ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് ഹീലിംഗ് കൊടുക്കുന്നത്. അത് മാത്രമല്ല, നമ്മൾ ഹീലിംഗ് സെഷൻ പൂർത്തിയായി കഴിഞ്ഞ് ലാസ്റ്റ് ഘട്ടത്തിലോട്ട് എത്തുന്ന സമയത്ത് അവർക്ക് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഈ ഹീലിംഗ് ചെയ്യുന്നത്. സോ ആ ഹീലിംഗ് പൂർത്തിയായി കഴിഞ്ഞാൽ അവരും നമ്മളും തമ്മിൽ ഒരു എനർജറ്റിക് കോഡ് വരുന്നുണ്ട്. ഒരു എത്തറിക് കോഡ് എന്നാണ് പറയുക. ആ ഒരു കോഡ് നമ്മൾ കട്ട് ചെയ്യണം. കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും പ്രൊട്ടക്ഷൻ ഇട്ടിട്ടാണ് നമ്മൾ റേക്കി എനർജിയെ ക്ലോസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു എത്തറിക് കോഡ് എന്ന് പറയുന്നത് നമ്മളെ ഹീലിങ്ങിന് വേണ്ടി വരുന്നവർക്ക് മാത്രമല്ല നമ്മളുമായിട്ടുണ്ടാവുക. നമ്മൾ ആരോടൊക്കെ ഇടപഴകുന്നുവോ, അതിപ്പം നേരിട്ട് തന്നെ ആവണം എന്ന് പോലും നിർബന്ധമില്ല. നമ്മളൊരാളെ സ്ഥിരമായി ചിന്തിച്ചുകൊണ്ടിരുന്നാൽ പോലും ആ ആളുമായിട്ട് എനർജറ്റിക്കലി നമുക്കൊരു കണക്ഷൻ വരും. നമ്മൾ ഒരാളടുത്ത് സ്ഥിരമായി സംസാരിച്ചുകൊണ്ടിരുന്നാൽ, ഒരു നാട്ടിൽ നിന്നും വേറൊരു നാട്ടിലേക്ക് പോയാൽ അവിടുത്തെ സ്ലാങ് നമ്മളിലേക്ക് നമ്മൾ അറിയാതെ പെടുന്നില്ലേ, നമ്മളിലേക്ക് വരുന്നില്ലേ? അതെങ്ങനെയാണ്? ഈ ഒരു എനർജി എല്ലാം എനർജിയാണ്. സോ ആ ഒരു എനർജി നമുക്ക് പിക്കാവുന്നതാണ് നമ്മൾ ആ രീതിയിൽ സംസാരിക്കുന്നത്. ഇനി നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ റിലേറ്റീവ്സ്, നമ്മുടെ നെയ്ബേഴ്സ്, ഇവരുടെയൊക്കെ സ്ഥിരമായിട്ട് നമ്മൾ ഇടപഴകുന്ന ആളുകളായിട്ട് നിങ്ങളെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക. സ്ഥിരമായി ഇടപഴകുന്ന ആൾക്കാരുടെ ചെറിയൊരു ക്യാരക്ടർ നമ്മളിലേക്ക് വന്നിട്ടുണ്ടാവും. അതായത് ഒരേപോലത്തെ ഭക്ഷണ രീതിയാവാം, ഒരേപോലത്തെ ഡ്രസ്സിങ് സ്റ്റൈലാവാം, സ്ലാങ് ആവാം, ആക്ഷൻസ് ആവാം, അവർ പറയുന്ന ചില വേർഡ്സ് നമ്മൾ ക്യാച്ച് ചെയ്യും. ഇതൊക്കെ ഈ എനർജറ്റിക്കലി ഉള്ള ഒരു കണക്ഷൻ മുഖാന്തരമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഹീലിംഗ് കൊണ്ട് മാത്രമല്ല നിങ്ങൾ എനർജറ്റിക്കലി കണക്റ്റഡ് ആവുന്നത് എന്ന് മനസ്സിലാക്കുക. എല്ലാവരും തമ്മിൽ ഒരു എനർജറ്റിക് കണക്ഷൻ ഉണ്ട്. നമ്മൾ ആരൊക്കെയാണോ ഇടപഴകുന്നത് അവരൊക്കെ തമ്മിലൊരു എനർജറ്റിക് കണക്ഷൻ ഉണ്ട്. സോ ഈ അൺവാണ്ടഡ് ആയിട്ടുള്ള കണക്ഷൻസ് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. അതിനാണ് ഈ എത്തറിക് കോഡ് കട്ട് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഹീലിംഗ് കഴിഞ്ഞാൽ ഈ ഒരു കോഡ് കട്ടിങ് ചെയ്യുന്നതോട് കൂടിയിട്ട് ഇത്തരത്തിലുള്ള എനർജി ട്രാൻസ്ഫോർമേഷൻ ഒന്നും നടക്കാൻ പോണില്ല. അതൊന്ന് മനസ്സിലാക്കുക. ഇനി മറ്റൊരു സംശയം എൻ്റെ അടുത്ത് പറഞ്ഞത്, ഹീലിയിലേക്ക് ഹീലറുടെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമോ? അതായത് ആരാണോ സ്വീകരിക്കുന്ന ആൾ, ആ സ്വീകരിക്കുന്ന ആൾക്ക് ആരുടെ അടുത്ത് നിന്നാണോ ഹീലിംഗ് സ്വീകരിക്കുന്നത് അവരുടെ ഇഷ്യൂസ് വരുമോ എന്നുള്ളൊരു പേടിയുണ്ട്.
അതിന് യാതൊരു സാധ്യതയും ഇല്ല. കാരണം നമ്മൾ ഓൾറെഡി പ്രൊട്ടക്ഷൻ ഇട്ടിട്ടാണ് നമ്മൾ അവർക്ക് ഹീലിംഗ് കൊടുക്കുന്നത്. സോ നമ്മൾ ഹീലിംഗ് ചെയ്യുന്ന സമയത്ത് പാലിക്കേണ്ട കുറച്ച് പ്രൊസീജിയറുണ്ട്, നമ്മൾ ചെയ്യേണ്ട ഒരു രീതിയുണ്ട്. ഈ പ്രൊസീജിയറൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കർമ്മയൊന്നും നിങ്ങൾക്ക് ബാധിക്കില്ല. അതൊന്നും മനസ്സിലാക്കുക. ഇനി ചില ഹീലർക്കൊരു പേടിയുണ്ട്, നമ്മൾ ഡിസ്റ്റൻസ് ഹീലിംഗ് ആണ് ചെയ്യുന്നെങ്കിൽ കൂടി നമ്മളെ അത് എഫക്റ്റ് ചെയ്യുമോ, നമ്മുടെ വീട്ടിലുള്ള മറ്റാൾക്കാരെങ്കിലും എഫക്റ്റ് ചെയ്യുമോ, നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഒരു ഇമ്പാക്റ്റ് വരുമോ എന്നുള്ളത്. ഈ ഒരു തോട്ടോട് കൂടിയിട്ട് നമ്മൾ ഒരിക്കലും ഹീലിങ്ങിന് മുൻകൈ എടുത്ത് പോകരുത്. അതായത് നമ്മുടെ ഉള്ളിൽ ഇപ്പോൾ പലരും എൻ്റെ അടുത്ത് പറയും, നമ്മൾ ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം തലവേദനയ്ക്കാണ് ഒരു ഹീലിംഗ് കൊടുക്കുന്നത് എങ്കിൽ ആ ഹീലിംഗ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു പെയിൻ ഫീൽ ചെയ്യുന്നു, ഇനി അതല്ല മറ്റെന്തെങ്കിലും ഇഷ്യൂസ് ആണെങ്കിൽ നമുക്കത് ഫീൽ ചെയ്യുന്നു എന്നുള്ളത്. ഇവിടെ മനസ്സിലാക്കുക, നിങ്ങളുടെ ഉള്ളിലൊരു ഭയമുണ്ട്. ആരാണോ ഹീലർ അവരുടെ ഉള്ളിലൊരു ഭയമുണ്ട്. ഈ ഭയമാണ് നിങ്ങളെ കൊണ്ട് തോന്നിപ്പിക്കുന്നത്, നമുക്ക് വേദനയുണ്ട് എന്ന് തോന്നിപ്പിക്കുന്നതാണ്. അതൊന്നും മനസ്സിലാക്കുക. ഈ ഉള്ളിലുള്ള ഭയം വെച്ചുകൊണ്ട് നിങ്ങൾ ഒരു ഹീലിങ്ങും എടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പേടി വേണ്ട, കാരണം നമ്മളല്ല റേക്കിയാണ് ചെയ്യുന്നത് എന്ന പൂർണ്ണ ബോധത്തോടു കൂടി നമ്മൾ അവിടെ കൊടുക്കേണ്ട ഇൻറ്റൻഷനും അഫർമേഷനും അതുപോലെ തന്നെ നമ്മൾ നന്നായിട്ട് വിഷ്വലൈസൊക്കെ ചെയ്തിട്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. ഈ നെഗറ്റീവായിട്ടുള്ള ഈ അനാവശ്യമായ ഭയങ്ങൾ, പിന്നെ ഹീൽ ചെയ്യുന്നതിൻ്റെ ഇടയിൽ എനിക്കത് വരുമോ എന്നിങ്ങനെ നമ്മൾ ആലോചിച്ച് ഇരുന്നിട്ട് ഹീൽ ചെയ്യാൻ പോകണ്ട. അങ്ങനെ ഒരു പേടിയുള്ള ആൾക്കാർ ചെയ്യരുതെന്നാണ് ഞാൻ പറയുക. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്? നിങ്ങളെ കയ്യിലുള്ളത് ഒരു ദൈവികമായ എനർജിയാണ്. അത് ഹീലിംഗ് ചെയ്യുന്ന ആൾക്കോ ഹീലിംഗ് സ്വീകരിക്കുന്ന ആൾക്കോ യാതൊരു തരത്തിൽ ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും ഉണ്ടാക്കില്ല. അതൊന്നും മനസ്സിലാക്കുക. പിന്നെ എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചതാണ്, നമ്മൾ ഹീലിങ്ങിന് ബുക്ക് ചെയ്തിട്ട് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അവർക്കത് എടുക്കാൻ പറ്റിയില്ല. അതിൻ്റെ പിറ്റേ ദിവസം ആൾക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായി. അപ്പോൾ ചെറിയ രീതിയിലൊരു ഹെൽത്ത് ഇഷ്യൂ. ഉടനെ തന്നെ ആൾ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, മാം നമ്മളിത് ബുക്ക് ചെയ്തിട്ട് ചെയ്യാത്തതുകൊണ്ടാണോ എനിക്കിങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നതെന്ന്. ഇവിടെ മനസ്സിലാക്കുക, റേക്കി ഒരിക്കലും നിങ്ങൾക്ക് ഹീലിംഗ് എടുത്തിട്ട് ഹീലിങ്ങിൻ്റെ ഡേറ്റ് ബുക്ക് ചെയ്തു അത് നിങ്ങൾ അറ്റൻഡ് ചെയ്യാത്തതുകൊണ്ട് നിങ്ങൾക്കൊരു പണി കിടക്കട്ടെ എന്ന് വിചാരിച്ച് ഒരിക്കലും ആ എനർജി അങ്ങനെയൊന്നും ചെയ്യില്ല. നമുക്ക് ഹീലിംഗ് വേണോ അല്ലെങ്കിൽ അറ്റോൺമെൻറ്റ് എടുക്കണോ എന്ന് വേണ്ട, റേക്കി റിലേറ്റഡ് ആയിട്ടുള്ള ഏത് കാര്യവും മെയിൻ ഡിസിഷൻ, അതായത് അതിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത് റേക്കിയാണ്. ഇപ്പോൾ എന്നെ നിങ്ങൾക്ക് യാതൊരു പരിചയമില്ല, എനിക്കും ഇത് ആരൊക്കെ കേൾക്കുന്നുണ്ടെന്നുള്ളത് ഒരു ഐഡിയ എനിക്കില്ല. എന്നിട്ട് പോലും എൻ്റെ ഈ ശബ്ദം മാത്രം കേട്ടുകൊണ്ട് എനിക്ക് മെയിൽ അയക്കുകയും എൻ്റെ അടുത്ത് ഹീലിംഗ് എടുക്കുകയും സുഖപ്പെടുകയും ചെയ്യുന്ന ആളുകൾ ഒരുപാടുണ്ട്. സോ ഇതെങ്ങനെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ റേക്കിയാണ് തീരുമാനിക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു ഡിസീസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു പ്രോബ്ലം അത് ഇന്നയാളെടുത്ത് പോയിട്ട് റേക്കിയാൽ, ഞാൻ വെറും ഒരു ചാനൽ മാത്രമാണ്, റേക്കിയാൽ അത് സുഖപ്പെടട്ടെ എന്നുള്ളത് റേക്കി തീരുമാനിക്കുന്നതാണ്. അതുപോലെ മണി റേക്കിയാണെങ്കിലും നിങ്ങൾ അറ്റോൺമെൻറ്റ് എടുക്കുന്ന സമയത്ത് ആരിൽ നിന്ന് പഠിക്കണം എന്ന് തീരുമാനിക്കുന്നത് റേക്കിയാണ്. സോ ഇത്തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള ഒരു ഡൗട്ടും നിങ്ങളുടെ മനസ്സിൽ വേണ്ട. അതൊന്ന് ക്ലിയർ ചെയ്യുക എല്ലാവരും. ഇനി രണ്ടാമത്തെ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്, ഒരു ഗുരുവിൽ നിന്ന് നമ്മൾ അറ്റോൺമെൻറ്റ് എടുത്തു. സോ നെക്സ്റ്റ് ലെവൽ പഠിക്കാൻ വേണ്ടി മറ്റൊരു ഗുരുവിനെ അന്വേഷിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, അല്ലെങ്കിൽ മറ്റൊരു ഗുരുവിൽ നിന്ന് എടുക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ഇത്തരത്തിലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് എനിക്ക് ഡെയിലി കേൾക്കുന്നതാണ്. ഞാൻ ഫസ്റ്റ് ലെവൽ റേക്കി ഇന്നയാളിരുന്ന് പഠിച്ചതാണ്, അപ്പോൾ സെക്കൻഡ് ലെവൽ എടുക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കും, മാമിൻ്റെ ഗുരുവിൻ്റെ അടുത്ത് പഠിക്കാൻ താല്പര്യമുണ്ട്. ഞാൻ നല്ല രീതിയിൽ സാറിനെ ഏൽപ്പിക്കുകയും ചെയ്യാറ്. ഞാൻ ചോദിക്കും എന്താണ് അവർ പഠിച്ചത്, ഏത് വരെയാണ്, എല്ലാം ഡീറ്റെയിലൊക്കെ ചോദിച്ച് ഞാൻ എന്നിട്ട് വിനോദ് സാറിനെ ഏൽപ്പിക്കുകയാണ് പതിവ്. അതുകൊണ്ട് ഒരു ദോഷവും വരില്ല. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, റേക്കിയാണ് തീരുമാനിക്കുന്നത്. നിങ്ങളുടെ എനർജി എത്രത്തോളം ഹയർ ആവുന്നുവോ ആ എനർജിക്കനുസരിച്ചുള്ള ഗുരുവിൻ്റെ അടുത്ത് റേക്കി തന്നെ നിങ്ങളെ മാറ്റും. അതൊന്നും മനസ്സിലാക്കുക. അവിടെ നിങ്ങൾ ഒരു ഗുരുവിൻ്റെ അടുത്ത് തന്നെ പഠിക്കണം, ഇല്ലെങ്കിൽ മറ്റേ ഗുരു നമ്മളെ ശപിക്കുമോ, ഇങ്ങനെയൊക്കെ ചോദിച്ച ആൾക്കാരുണ്ട് എൻ്റെ അടുത്ത്. മനസ്സിലാക്കുക, രേഖി എന്താണെന്നും രേഖിയുടെ പ്രാധാന്യവും മൂല്യവും എന്താണെന്നും ആ ശക്തി എന്താണെന്നും കൃത്യമായി തിരിച്ചറിഞ്ഞ ഒരു ഗുരുവും നിങ്ങളെ ഒരിക്കലും ശപിക്കില്ല. അതൊന്നും മനസ്സിലാക്കുക. കാരണം നമ്മളൊരു സ്കൂളിൽ ചേർന്ന് പഠിക്കുന്നത് പോലല്ല രേഖിയുടെ അടുത്ത് നമ്മൾ എത്തിപ്പെടുന്നത്. സോ അതത്രയും നമുക്ക് ദൈവാനുഗ്രഹമുള്ള ആൾക്കാരാണെന്ന് തന്നെ ഞാൻ പറയും. ദൈവാനുഗ്രഹമുള്ള ആളുകൾക്ക് മാത്രമേ ഇത്രയും വലിയൊരു
ബ്ലെസ്സിങ് നിങ്ങളെ തേടി വരത്തുള്ളൂ. അപ്പോൾ അങ്ങനെ നിങ്ങളെ തേടി വരുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കൺമുമ്പിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗുരുവിൻ്റെ അടുത്ത് നിങ്ങൾ എത്തുന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ ഗുരു. ആ സമയത്ത് അതാണ് നിങ്ങളുടെ ഗുരു. അതൊന്നും മനസ്സിലാക്കുക. അവിടെ ഒരു ഗുരുവും ആരെയും ശപിക്കാൻ പോകുന്നില്ല. സോ ഇങ്ങനെയുള്ള ഭയങ്ങളൊന്നും നിങ്ങളുടെ ആരുടെ മനസ്സിലും വേണ്ട. അതുപോലെ മറ്റൊരു കാര്യം എൻ്റെ അടുത്ത് ചോദിച്ചതാണ്, റേക്കി പഠിച്ചിട്ട് വർഷങ്ങളായി, ഇപ്പോൾ 1 വർഷമോ അല്ലെങ്കിൽ 2 വർഷമോ എത്ര വർഷം ആവട്ടെ, ആ ഒരു പഠിച്ച സമയത്ത് മാത്രം ഹീലിംഗ് സെഷനൊക്കെ കൃത്യമായിട്ട് അതായത് സെൽഫ് ഹീലിംഗ് സാധനയൊക്കെ കൃത്യമായിട്ട് ചെയ്തിരുന്നു. അല്ലെങ്കിൽ ചില ആൾ പറയും 21 ഡേയ്സ് പോലും പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല. അല്ലെങ്കിൽ ചില ആൾ ഒരു 3-4 മാസം ചെയ്തിട്ട് പിന്നെ അതവിടെ നിർത്തിവെച്ചു. ഇനി കുറേ നാളുകൾക്ക് ശേഷം എന്നെ പോലുള്ള ആൾക്കാരുടെ വീഡിയോസ് കണ്ടിട്ട് അല്ലെങ്കിൽ റിസൾട്ട് വായിച്ചിട്ട്, മീൻസ് കമൻസിലൊക്കെയുള്ള റിസൾട്ടൊക്കെ വായിച്ചതിന് ശേഷം ഈവൻ എൻ്റെ അടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, മാമിൻ്റെ വീഡിയോ കണ്ടിട്ടാണ് വീണ്ടും നമുക്ക് ഇത് റീസ്റ്റാർട്ട് ചെയ്യണം എന്ന് തോന്നി ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. സോ ഇവർക്കൊക്കെയുള്ള ഇവരുടെ ഉള്ളിലുള്ളൊരു ഭയം, നമ്മൾ ഇത്രയും കാലം ചെയ്യാതിരുന്നല്ലോ, അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് രേഖി പോയിട്ടുണ്ടാവുമോ? മനസ്സിലാക്കുക, രേഖി എന്ന് പറയുന്നത് എൻ്റെ ഉള്ളിലോ നിങ്ങളുടെ ഉള്ളിലോ നമ്മുടെ ഗുരുവിൻ്റെ ഉള്ളിലോ മാത്രം ഒളിഞ്ഞിരിക്കുന്ന ഒരു കാര്യമല്ല. ഈ സമ്പൂർണ്ണ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വര ശക്തിയാണ്. അതെങ്ങോട്ടും പോകത്തില്ല. അതൊന്നും മനസ്സിലാക്കുക. ഇനി നമ്മൾ ഒരു തവണ ചാനലായി കഴിഞ്ഞാൽ, അതായത് നമ്മൾ അറ്റോൺമെൻ്റ് എടുത്ത് രേഖിയുമായിട്ട് നമ്മളൊരു കണക്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ രേഖയെ വിട്ട് പോവുമായിരിക്കും. അതായത് ഈ പറഞ്ഞ പോലെ സ്റ്റോപ്പ് ചെയ്ത് പോകുന്ന ഒരുപാട് പേരുണ്ട്. പഠിച്ചിട്ട് അവിടെ വെച്ചേക്കുന്ന ഒരുപാട് പേര്. നിങ്ങളെ രേഖയെ വിടുന്നുള്ളൂ. രേഖി ജീവിത മീൻസ് നിങ്ങളുടെ അവസാന ശ്വാസം വരെ നിങ്ങളുടെ കൂടെ രേഖയുണ്ട്. ഞാൻ ഏതൊക്കെയോ ബുക്സിൽ വായിച്ചിട്ടുണ്ട്. ബുക്സ് എന്ന് പറയുമ്പോൾ രേഖി റിലേറ്റഡ് ആയിട്ടുള്ള ഞാനിങ്ങനെ ഒരുപാട് സെർച്ച് ചെയ്യും. അതിലെനിക്ക് കിട്ടിയൊരു കാര്യമാണ് ഒരാൾ പറയുന്നതും ഇതേപോലെ ഞാൻ വായിച്ചതായൊരു കാര്യമാണ്. പിന്നെ രേഖി നമ്മുടെ നെക്സ്റ്റ് ബർത്ത് ഉണ്ടെങ്കിൽ ആ ഒരു ബർത്തിൽ നമ്മൾ ആ ഒരു എനർജിയോട് കൂടിയിട്ട് തന്നെയാണ് ജനിക്കുക എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. സോ അത്രയും വലിയൊരു പവർ ഒരിക്കലും നിങ്ങളെ വിട്ടിട്ട് പോവില്ല. വൺസ് നിങ്ങൾ അതിൻ്റെ ചാനലായി കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങളെ വിട്ടിട്ട് ആ എനർജി പോകത്തില്ല. അതൊന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിച്ച ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. നമ്മൾ പിന്നെ ചിലർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ആദ്യമൊക്കെ ചെയ്യുമ്പോൾ പവറൊക്കെ വന്നതാണ്, ഇപ്പോൾ ഒരു 6-7 മാസമായി ചെയ്തിട്ട് ഇപ്പം മാമിൻ്റെ വീഡിയോ കണ്ടിട്ടാണ് നമ്മൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ 2 ദിവസമായി ചെയ്യുന്നു, കയ്യിൽ പവർ വരുന്നില്ല. നിങ്ങൾ 2 ദിവസം ആയിട്ടല്ലേ ഉള്ളൂ, അതൊന്ന് മനസ്സിലാക്കൂ. ഇപ്പം ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ചെയ്തപ്പോൾ എനിക്ക് ജസ്റ്റ് ഒരു ഹീറ്റ് മാത്രം അനുഭവപ്പെട്ടിട്ടുള്ളൂ. ഫസ്റ്റ് ഡേ ഞാൻ സെൽഫ് ഹീലിംഗ് ചെയ്യുന്നതിൻ്റെ ഫസ്റ്റ് ഡേ എനിക്ക് ചെറിയൊരു ഹീറ്റ് അനുഭവപ്പെട്ടു. അറ്റോൺമെൻറ്റിന് നല്ല എഫക്റ്റ് ഉണ്ടായിരുന്നു, ചെറിയൊരു ഹീറ്റ്. അത് ദിവസം കഴിയുന്നതിനനുസരിച്ച് ഇപ്പം പോകെ പറയാമെന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു രംഗത്തേക്ക് വന്നിട്ട് 1 വർഷം പോലും ആയിട്ടില്ല. എന്നിട്ടും ദിവസവും ഹീൽ ചെയ്യുന്നുണ്ട്, സെൽഫ് ഹീലിങ്ങും ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ മറ്റുള്ളവരെ ഹീലിങ്ങും കൊടുക്കുന്നുണ്ട്. ഇത് ചെയ്ത് ഡെയിലി ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ പവർ കൂടുകയാണ് ചെയ്യുന്നത്. പവർ കൂടുക എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈമൊക്കെ നമ്മൾ ആ കംപ്ലീറ്റ് ഒരു പ്രയർ ഇങ്ങനെ പറഞ്ഞു വരുമ്പോഴേക്കാണ് നമ്മുടെ കയ്യിലേക്ക് ഒരു ഹീറ്റോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു തരിപ്പ് പോലെയൊക്കെ നമുക്ക് തോന്നി തുടങ്ങുക. പക്ഷേ ഇപ്പം നമ്മൾ ജസ്റ്റ് റേക്കിന്ന് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുമ്പോഴേക്കും നമ്മുടെ കയ്യിൽ ആ പവർ നമുക്ക് ഫീൽ ചെയ്യും. അത് അത്രയും പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ടാണ്. പിന്നെ എൻ്റെ അടുത്ത് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട്, ഒന്നിൽ കൂടുതൽ ഹീലിംഗ് ഒക്കെ ഒരു ദിവസം ചെയ്താൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, നമുക്ക് എന്തെങ്കിലും പ്രശ്നം വരുന്നോ? ഇങ്ങനത്തെ നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യവും നിങ്ങൾ ദയവ് ചേർന്ന് ചിന്തിക്കരുത്. കാരണം ഇത് നമ്മൾ ദൈവം ഏൽപ്പിച്ചൊരു കാര്യമാണ്. അത് ചെയ്യുന്നത് നമുക്ക് ഒരു ദോഷവും വരില്ല. ഇതൊരു ദൈവികമായ എനർജിയാണ്. ഇത് വച്ചിട്ട് നമുക്ക് ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യം ചെയ്യാൻ പറ്റത്തുമില്ല. ഇനി റേഖി പഠിച്ചു, അതുകൊണ്ട് നമ്മുടെ കയ്യിലൊരു ശക്തിയുണ്ട്, നമുക്ക് നമ്മുടെ ശത്രുക്കളെയൊക്കെ അങ്ങ് ഇല്ലാണ്ടാക്കി കളയാം, ഇങ്ങനത്തെ ചിന്തയൊന്നും നമുക്ക് വേണ്ട. ഇതൊന്നും അവിടെ വർക്കാവത്തില്ല. നമുക്ക് ഒരു നെഗറ്റീവായ കാര്യവും ഒരാൾക്കെതിരെയും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതൊന്ന് മനസ്സിലാക്കുക. നല്ല മഴ പെയ്യുന്നുണ്ട് ഇവിടെ. ചിലപ്പോൾ വോയിസിൽ എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവുകയാണെങ്കിൽ ഒന്ന് ക്ഷമിക്കുക. ഓക്കെ, അപ്പോൾ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, പല സ്പിരിച്വൽ ജേണി നിങ്ങളിപ്പോൾ കേൾക്കുന്നുണ്ടാവും. TF ജേണി ആയിട്ടും അതല്ലാണ്ട് തന്നെ സോൾമേറ്റ് റിലേറ്റഡ് ആയിട്ടും പലതരത്തിലുള്ള സ്പിരിച്വൽ ജേണീസ് ഉണ്ട്. എന്തോ ആവട്ടെ. അപ്പോൾ ഈ ഒരു സ്പിരിച്വൽ ജേണിയിലേക്ക് വന്നതിന് ശേഷം
ഹീലിംഗ് പഠിക്കണമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഹീലിംഗ് പഠിച്ചു, പക്ഷെ നമുക്ക് ക്ലയൻസിനെ കിട്ടുന്നില്ല. ഈ ഒരു കാര്യം എന്നെ ഒരുപാട് പേരിങ്ങനെ വിളിച്ച് പറയുന്നുണ്ട്. അതായത് റേക്കിയൊക്കെ പഠിച്ച് ഈവൻ മാസ്റ്റർ ഹീലേഴ്സായിട്ട് പോലും ക്ലയൻസിനെ കിട്ടുന്നില്ല. അത് എന്തുകൊണ്ടാണ്, അതിനെന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ട്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, സ്പിരിച്വൽ ജേണിയിൽ ആണോ അല്ലയോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. സ്പിരിച്വൽ ജേണിയിലാണെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് ഇന്നർ വർക്കുകളും പല സ്പിരിച്വൽ റിലേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അതൊക്കെ നല്ലതാണ്. അതിൽ നിങ്ങളൊരു സ്പിരിച്വൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ജേണിയിലായിരിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. നമുക്ക് മെഡിറ്റേഷൻ ചെയ്യുന്നതിനോ നമുക്ക് ബീജമന്ത്രങ്ങൾ ജപിക്കുന്നതിനോ റേക്കി ചെയ്യുന്നതിനോ നിർബന്ധമായി നിങ്ങളൊരു സ്പിരിച്വൽ ജേണിയിലായിരിക്കണമെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷെ മനസ്സിലാക്കുക, ഇതിലേക്കൊക്കെ വരുന്നത് ഈ സ്പിരിച്വാലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ ആ ഒരു വഴിയിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ ഇതിലേക്കൊക്കെ വരിക. നിൽക്കട്ടെ, ഇവിടെ നിങ്ങൾ ഇപ്പം ഒരു ഹീലേഴ്സായിട്ട് മാറണം അല്ലെങ്കിൽ ഹീലിംഗ് കൊടുക്കണം എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നല്ല കാര്യം തന്നെ. നമ്മുടെ ചുറ്റുമുള്ളവരൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യാനും ഈ പറഞ്ഞ പോലെ മറ്റുള്ളവർക്കൊരു സാന്ത്വനമാവാൻ നമുക്ക് പറ്റുകയെന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല. അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അത് വലിയ കാര്യമാണ്. നിങ്ങൾ റേക്കി പഠിച്ച ആൾക്കാരാണെങ്കിൽ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളൊരു വിദ്യ പഠിച്ചിട്ട് നമ്മൾ മിണ്ടാതിരുന്നാൽ ആരെങ്കിലും അറിയുമോ? ആലോചിച്ച് നോക്കുക, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ അല്ലയോ എന്നുള്ളത്. എത്രയോ പേര് എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, മാം മാസ്റ്റേഴ്സാണ് നമ്മൾ, പക്ഷെ നമ്മളടുത്ത് ആരും ഹീലിങ്ങിന് വരുന്നില്ല, ഇതിനെന്താ ചെയ്യുക? നിങ്ങളുടെ അറിവിനെ പറ്റിയിട്ട് നിങ്ങൾ ആദ്യം ഒന്ന് പറയൂ. നിങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്ന വിശ്വസിക്കുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടാവില്ലേ, അവരുടെ അടുത്ത് ഈ കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യുക. ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് ഹീലിങ്ങിനായിട്ട് വരാതിരിക്കില്ല. ഇത് ഒന്നാമത്തെ കാര്യം. ഇപ്പം പണ്ട് കാലത്തുള്ളത് പോലെ അല്ലല്ലോ, നമുക്ക് ചുറ്റും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും പബ്ലിക്കിലേക്ക് ഇത് എത്തിക്കാം. ഒന്നും അറിയാത്ത ഞാൻ, അതായത് എനിക്ക് ഈ ഫോണിൻ്റെ ടെക്നിക്കൽ പരമായിട്ടുള്ള ഒരു കാര്യത്തിൽ എനിക്ക് ഒരു വിവരവും ഇല്ല. അങ്ങനത്തെ ഞാൻ ഇങ്ങനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് നിങ്ങളിലേക്ക് എൻ്റെ ശബ്ദത്തെ ഞാൻ എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് പറ്റും, അത് ഞാൻ ഉറപ്പ് പറയാം. കാരണം നിങ്ങൾക്കൊരു ജസ്റ്റ് ഒരു വാട്സപ്പ് സ്റ്റാറ്റസ് ഇട്ടാൽ മതിയല്ലോ. ഒന്ന് ശ്രമിച്ചു നോക്കൂ. നമ്മൾ എന്ത് ആക്ഷൻ എടുക്കുന്നു എന്നുള്ളത് വലിയ ഘടകമാണ്. നമ്മൾ ഇത്രയും പഠിച്ചിട്ട് മിണ്ടാതിരുന്ന ആരും നമുക്ക് പൈസയോ അല്ലെങ്കിൽ ക്ലയൻസിനെ ഒന്നും കൊണ്ടുത്തരില്ല. അത് രേഖിയെന്നല്ല, ഏത് കാര്യത്തിലാണെങ്കിലും. ഇനി രണ്ടാമത്തെ കാര്യം, മറ്റുള്ള ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ടെക്നിക്കൽ പരമായിട്ട്, അതായത് പ്രൊഫഷണൽ പരമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം പഠിക്കുന്നത് പോലെ അല്ല രേഖി. അതൊന്ന് മനസ്സിലാക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രേഖിയാണ് തീരുമാനിക്കുക ആരിൽ നിന്ന് പഠിക്കണം, ആര് രേഖിയാൽ ഉയരണം എന്നുള്ളത്. നിങ്ങളടുത്ത് ക്ലയൻസിനെ എത്തിക്കണോ വേണ്ടിയോ എന്നൊക്കെ തീരുമാനിക്കുന്നത് രേഖിയാണ്. നമുക്കിവിടെ ആരെയും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, ആരെയും ഫോഴ്സ്ഫുള്ളി ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അതെല്ലാം നമ്മൾ ആ ശക്തിക്ക് വിടുക. നിങ്ങൾ കൃത്യമായിട്ട് സാധന ചെയ്യുക, 100% ഡെഡിക്കേഷൻ കൊടുക്കുക. പിന്നെ നിങ്ങളുടെ ഭാഗത്തു നിന്നും രേഖി എന്ന് പറയുന്ന ഈ ഒരു മഹത്തായ സംരംഭത്തെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ ഏത് തരത്തിലുള്ള ആക്ഷൻ എടുക്കുന്നു എന്നുള്ളത് വലിയൊരു ഘടകമാണ്. കുറേ നമ്മളെല്ലാം പറയില്ലേ 50-50, നാം പാതി ദൈവം പാതി എന്ന് പറയുന്നത് കറക്റ്റാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു എന്നത് വലിയ ഘടകമാണ്. അപ്പോൾ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മറ്റുള്ളവരിലേക്ക് ഇത് എത്തിക്കാൻ ശ്രമിക്കുക. കാരണം ഇതിന് യാതൊരു സൈഡ് എഫക്ട്സ് ഇല്ല, ഒരു നെഗറ്റീവ് സൈഡും ഇല്ല. അപ്പോൾ അത് നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ ഒന്ന് പറഞ്ഞു നോക്കുക. പിന്നെ നിങ്ങൾ ഏത് ഗുരുവിൽ നിന്നാണോ പഠിച്ചത് അവരുടെ ഒരു സഹായവും സപ്പോർട്ടൊക്കെ നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പോൾ അതും കൂടെ ഒന്ന് മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ട എന്ത് കാര്യങ്ങളാണോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക, നിങ്ങളുടെ പരിധിയിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഏത് കാര്യമാണോ ചെയ്യാൻ പറ്റുക അത് നിങ്ങൾ ചെയ്യുക. തീർച്ചയായും രേഖി നിങ്ങളെ സഹായിക്കും. ഓക്കെ, ഇനി വേറൊരു കാര്യം എൻ്റെ അടുത്ത് ചോദിച്ചത്, റേക്കി ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ പാർട്ട്ണർ നമ്മുടെ വിട്ടു പോവൂ? ഇവിടെ മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യം, റേക്കി ഹീലിംഗ് ചെയ്യുന്നത് ഒന്നിനെയും കട്ട് ചെയ്ത് മാറ്റാൻ വേണ്ടിയിട്ടല്ല, ഒന്നിനെയും നമ്മളിൽ നിന്ന് അകറ്റാനോ അല്ലെങ്കിൽ നല്ല ബന്ധങ്ങൾ പൊട്ടിക്കാനോ ഇങ്ങനെയൊന്നും നമുക്ക് പറ്റില്ല. ഇതൊരു ലവ് ആൻഡ് ലൈറ്റ് എനർജിയാണ്, സ്നേഹത്തിൻ്റെയും പ്രകാശത്തിൻ്റെയും ശക്തിയാണ് റേക്കി എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ളൊരു ശക്തി വെച്ചിട്ട് നമുക്കൊരാളെ പൊട്ടിക്കാൻ പറ്റുമോ? നമുക്കൊരു റിലേഷൻഷിപ്പ് ഇല്ലാണ്ടാക്കാൻ പറ്റുമോ? തോന്നുന്നില്ല, എനിക്ക് ഒരിക്കലും സാധിക്കില്ല. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് ചോദിച്ചൊരു ചോദ്യം, എൻ്റെ ഒരു ക്ലയൻറ്റ് എൻ്റെ അടുത്ത് ചോദിച്ചതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ.
നമ്മൾ കൃത്യമായിട്ട് റേക്കി സാധന ചെയ്യുമ്പോൾ നമ്മുടെ പാർട്ട്ണർ നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു പോവും എന്ന് മനസ്സിലാക്കുക. നമുക്ക് പലതരത്തിലുള്ള റിലേഷൻഷിപ്സ് ഉണ്ട്. അത് ട്വിൻ ഫ്ലെയിം ആവാം, സോൾമേറ്റ് ആവാം, കാർമിക് കണക്ഷൻ ആവാം. കൂടുതലും നമുക്കുണ്ടാവുക കാർമിക് കണക്ഷനാണ്. എന്തുകൊണ്ട് നമുക്ക് ഈ കാർമിക് കണക്ഷൻ വന്നു നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ പാസ്റ്റ് ലൈഫിൽ നമ്മുടെ സോളും അവരുടെ സോളും തമ്മിൽ എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടായിരിക്കാം. ആ കണക്ഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്ത ഒരു മോശം കർമ്മ നമുക്ക് അവരിലാൽ തന്നെ റീപേ ചെയ്യേണ്ടതുമായിട്ട് വരാം. മനസ്സിലാക്കുക. അവരുമായിട്ട് ഉള്ള ആ ഒരു കർമ്മ നമ്മൾ റീപേ ചെയ്യേണ്ടതായിട്ട് വരാം. തീർച്ചയായും അവർ നമ്മുടെ ലൈഫിൽ ഉണ്ടാവുമല്ലോ. ഇനി എല്ലാ കാർമിക് കണക്ഷൻസും വിട്ടുപോകണം എന്നില്ല. അത് കാലാകാലം ചിലപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടാവേണ്ടതുണ്ടാവും. അപ്പോൾ നമ്മളുമായിട്ട് നല്ല രീതിയിൽ പോകുന്നൊരു റിലേഷൻഷിപ്പ്, അത് കാർമിക് കണക്ഷൻ ആവണം എന്നില്ല, ഈവൻ സോൾമേറ്റ് തന്നെ ആവട്ടെ, നല്ല രീതിയിൽ പോകുന്നതാണ്. എന്തിനാണ് അതിനെ വെറുതെ റേക്കി ചെയ്യുന്നതുകൊണ്ട് നശിച്ചു പോകും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നത്? ഇനി നമ്മൾ കൃത്യമായിട്ട് സാധന ചെയ്യുന്ന സമയത്ത് നമ്മുടെ എല്ലാ തലങ്ങളിലും നമ്മൾ ഉയരും. അതായത് നമ്മുടെ ലോവർ സെൽഫിലുള്ള നമ്മൾ പതുക്കെ ഉയർന്ന് ഹയർ സെൽഫിലോട്ടെത്തും. ഈ ഹയർ സെൽഫ് എന്ന് പറയുന്നത് എല്ലാ തരത്തിലുള്ള ഉയർച്ചയും കോൺഷ്യസ്നെസ്സിലോട്ട് നമ്മൾ എത്തുക എന്ന് പറയും. അതായത് നമ്മുടെ ഒരു സോളിനെ സംബന്ധിച്ചിട്ട് സോളിൻ്റെ വിസ്ഡം, അതായത് നോളജ്, നാം എന്താണ് എന്നൊരു തിരിച്ചറിവ്, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ എന്താണ് എന്നൊരു തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തും. അതിൻ്റെ അർത്ഥം നമ്മുടെ കൂടെയുള്ള എല്ലാവരെയും വിട്ട് നമ്മൾ പോവും എന്നല്ല. ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത്. നമ്മളെ കൂടെയുള്ള എല്ലാവരും നമ്മളെ വിട്ട് പോകുന്നൊന്നും ചിന്തിക്കണ്ട. നമ്മളൊരു സോളാണ്. നമുക്ക് ചുറ്റും വേറെ ഒരുപാട് സോൾസ് ഉണ്ട്. അവരോടൊക്കെ നമുക്ക് കുറച്ച് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഈ യൂണിവേഴ്സിനോട് നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഈ ഒരു റെസ്പോൺസിബിലിറ്റി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഈശ്വരനായിട്ട് നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ് റേക്കി. അത് നമ്മളെ സ്വയം ഉയർത്താനും ചുറ്റുമുള്ള പലതിനെയും ഉയർത്തി കൊണ്ടുവരാനും ചുറ്റുമുള്ള പലർക്കും സാന്ത്വനമാവാനും വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് നമ്മൾ ഈ റേക്കി ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ റിലേഷൻഷിപ്പ് പോയി എന്ന് വിചാരിക്കരുത്. പക്ഷേ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യം, നമ്മുടെ എനർജി ഹയർ ആവുന്നതിന് അനുസരിച്ച് ലോ എനർജിയിൽ നിന്നുള്ള ആളുകൾ നമ്മളെ വിട്ട് പോകാനൊരു സാധ്യതയുണ്ട്. എന്ന് വിചാരിച്ച് നല്ല ബന്ധം പോവും എന്നല്ല. നമുക്ക് മോശമായിട്ട് വരുന്ന വ്യക്തികളാവാം, റിലേഷൻഷിപ്പാവാം, സാഹചര്യങ്ങളാവാം, ഇതിൽ നിന്നും റേക്കി നമ്മളെ സംരക്ഷിക്കും. ഞാൻ ഇപ്പോഴും പറയുന്നു, സംരക്ഷിക്കും. അതായത് മോശം സാഹചര്യത്തിൽ നിന്ന് നമ്മളെ മാറ്റും, അപകട സാഹചര്യങ്ങളിൽ നിന്ന് നമ്മളെ മാറ്റും, നമ്മളെ അവിടെ പ്രൊട്ടക്ഷൻ തരും. അതുപോലെ നമ്മൾ നല്ലതാണ് എന്ന് വിചാരിക്കുന്ന പല വ്യക്തികളും നമുക്ക് ചിലപ്പോൾ പണി തരുന്നുണ്ടാവും. നമുക്കത് മനസ്സിലാവുന്നുണ്ടാവില്ല. നമ്മൾ വിചാരിക്കും നല്ലൊരു റിലേഷൻഷിപ്പാണ് അതെന്ന്. ഇങ്ങനെ പണി തരുന്ന റിലേഷൻഷിപ്പ് നമുക്ക് വേണോ? വേണ്ട. നമുക്ക് നല്ലതായിട്ട് വരുന്നത് മാത്രമേ റേക്കി നമുക്ക് തരുള്ളൂ. അതുകൊണ്ട് നല്ല രീതിയിൽ പോകുന്ന റിലേഷൻഷിപ്പ് ഒരിക്കലും ബ്രേക്കായി പോകത്തില്ല. അങ്ങനെയുള്ള ഭയങ്ങളൊന്നും നിങ്ങൾക്ക് ആർക്കും വേണ്ട. ഇനി മറ്റൊരു കാര്യം, റേക്കി ചെയ്യുന്ന സമയത്ത് ബീജമന്ത്രങ്ങൾ, അതുപോലെ മറ്റു ഓം നമഃ ശിവായ പോലുള്ള മന്ത്രങ്ങളൊക്കെ ചൊല്ലിക്കൊണ്ട് ചെയ്യണോ, അല്ലെ അങ്ങനെ ചെയ്യുന്നതിൽ തെറ്റുണ്ടോ എന്നൊക്കെ. എന്തിനാണ് നമ്മൾ ബീജമന്ത്രങ്ങൾ ജപിക്കുന്നത്? ഒരുപാട് വീഡിയോസിൽ പറഞ്ഞു തന്നതാണ്, എങ്കിലും പറയാം. എന്തിനാണ് ബീജമന്ത്രം ജപിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ചക്രങ്ങൾ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു സ്ലോ പ്രോസസ്സാണ്. നിങ്ങൾ മാസങ്ങളോളം ഇരുന്ന് എല്ലാ ദിവസവും 21 മിനിറ്റ് ഓരോ മന്ത്രങ്ങളും 21 തവണ 3 മിനിറ്റ് വീതം വച്ച് ചെയ്യുമ്പോഴാണ് ബീജമന്ത്രം പൂർത്തിയാവുന്നത്. എല്ലാ ദിവസവും ചെയ്യണം, ബ്രേക്ക് ആവാൻ പാടില്ല. അതും ഇത് ചെയ്യേണ്ട സമയവും കാര്യങ്ങളും ഒക്കെയുണ്ട്. രാവിലെ തന്നെ ചെയ്യണം. ബീജമന്ത്രങ്ങൾ ഉരുവിടുമ്പോൾ രാവിലെ തന്നെ ചെയ്യണം. അതാണ് അതിൻ്റെ കറക്റ്റ് ടൈം എന്ന് പറയുന്നത്. ഇനി റേക്കി നമ്മൾ സെൽഫ് ഹീലിംഗ് ചെയ്യുന്ന സമയത്തും നമ്മളെ ചക്രങ്ങളെ ആക്ടിവേറ്റ് ചെയ്യുക തന്നെയാണ് ചെയ്യുന്നത്. ഇവിടെ മനസ്സിലാക്കുക, നമ്മുടെ ചക്രങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്നത്, ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, മസ്കുലിൻ ഫെമിനിൻ എനർജിയാണ് നമ്മുടെ ചക്രങ്ങളിലെല്ലാം ഒളിഞ്ഞിരിക്കുന്നത്. നമ്മളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് ഇതേ ശക്തിയാണ് റേക്കി എന്ന് പറയുന്നത്. അതായത് കൂടുതൽ എനർജി ഫ്ലോ കൊടുത്തിട്ട് നമ്മൾ അതിനെ ആക്ടിവേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ ഈ ബീജമന്ത്രം ജപിക്കേണ്ട ആവശ്യം വരുന്നില്ല. റേക്കിയൊന്നും അറിയാത്ത ആളുകൾക്കാണ് ബീജമന്ത്രമൊക്കെ ജപിച്ചിട്ട് നമ്മൾ ആ ബീജമന്ത്രം ജപിച്ച് ചക്ര ആക്ടിവേഷൻ ചെയ്യേണ്ട ആവശ്യം വരുന്നത്. അതല്ലാണ്ട് റേക്കി ചെയ്യുന്ന സമയത്ത് നമ്മൾ ബീജമന്ത്രം അതിൻ്റെ കൂടെ ജപിക്കേണ്ട ആവശ്യം വരുന്നില്ല. എന്തുകൊണ്ടാണ് ചെയ്യേണ്ട എന്ന് പറയുന്നതെന്ന് വെച്ചാൽ, റേക്കി വളരെ
വളരെ ഇൻ്റലിജൻറ്റ് എനർജിയാണ്. അതിന് നമ്മളൊരു ഇൻസ്ട്രക്ഷനും കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അവിടെ മന്ത്രങ്ങളുടെ ആവശ്യമില്ല. അത് മാത്രമല്ല, നമ്മൾ ഈ 21 തവണ ജപിക്കുമ്പോൾ നമ്മുടെ മനസ്സറിയാണ്ട് കൗണ്ട് ചെയ്യാൻ തുടങ്ങും, ഇല്ലേ? ആലോചിച്ച് നോക്കൂ. നമ്മൾ എണ്ണിക്കൊണ്ടല്ലേ പറയാ. അപ്പോൾ നമ്മളവിടെ കറക്റ്റ് ഇൻറ്റൻഷൻ കൊടുക്കുമോ? ഇല്ല. നമ്മൾ ആ എണ്ണിക്കൊണ്ടേയിരിക്കുക ചെയ്യുക. നമ്പർ തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കൗണ്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് കറക്റ്റ് വിഷ്വലൈസേഷനോ അഫർമേഷനോ ഇൻറ്റൻഷനോ കൊടുക്കാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ റേക്കി ചെയ്യുകയാണെങ്കിൽ റേക്കി തന്നെ ചെയ്യുക. ബീജമന്ത്ര ജപിക്കുന്നെങ്കിൽ അത് ചെയ്യുക. ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. ഇനി റേക്കി ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ മറ്റ് മന്ത്രങ്ങൾ ജപിക്കേണ്ട ആവശ്യകത വരുന്നില്ല. അതായത് ഓം നമഃ ശിവായ പോലുള്ള മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് ഹീലിംഗ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അവിടെ ഈ പറഞ്ഞ പോലെ നമ്മൾ കറക്റ്റ് ഇൻറ്റൻഷനും അഫർമേഷനൊക്കെയാണ് കൊടുക്കേണ്ടത്. അല്ലാണ്ട് ഓം നമഃ ശിവായ ഓം നമഃ ശിവായ എന്നല്ല. ഇനി അതല്ലാണ്ട് നമുക്ക് രേഖയുടെ തന്നെ സിമ്പിൾസ് ഉണ്ട്. ഈ സിമ്പിൾസ് ഉപയോഗിച്ചിട്ട് നമുക്ക് പറഞ്ഞുകൊണ്ട് രേഖി ചെയ്യാം. അങ്ങനെ നമുക്ക് ചെയ്യാം. അത് ഗുണകരമാണ്. കാരണം ഓരോ സിമ്പിൾസിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. അത് മനസ്സിലാക്കിയിട്ട് നമുക്ക് പറഞ്ഞുകൊണ്ട് റേക്കി ചെയ്യാം. അല്ലാണ്ട് നിങ്ങൾ മന്ത്രങ്ങൾ ഉരുവിടേണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി നിങ്ങൾക്കതാണ് കംഫർട്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതിൻ്റെ ആവശ്യകത ഇല്ല. പക്ഷെ നമുക്ക് രേക്കി വെച്ച് ക്ലെൻസ് ചെയ്യുമ്പോഴൊക്കെ, അതായത് മറ്റുള്ളവരെ ഹീൽ ചെയ്യുമ്പോഴൊക്കെ പലതരത്തിലുള്ള മന്ത്രങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വെച്ചിട്ട് നമുക്ക് ക്ലെൻസിങ്ങും അതുപോലെ അവർക്ക് പൂർണ്ണ ആരോഗ്യം കിട്ടാൻ വേണ്ടിയിട്ടുള്ള മന്ത്രങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അതല്ലാണ്ട് സെൽഫ് ഹീലിംഗ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആവശ്യമില്ല. രേക്കി തന്നെ ധാരാളമാണ്. ഓക്കെ. ഇനി മറ്റൊരു കാര്യം, ഹീലിംഗ് ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. പലർക്കും അത് അറിയില്ല. ഈ അറിവില്ലായ്മയാണ് നിങ്ങളെ അനാവശ്യമായ ഭയങ്ങളും അനാവശ്യമായ ടെൻഷനിലേക്കൊക്കെ നിങ്ങളെ നയിക്കുന്നത്. ഈവൻ റേക്കി പഠിച്ച് മാസ്റ്റേഴ്സായ ആളുകൾക്ക് വരെ അവരുടെ ഒരു കാര്യത്തിന് പോലും ഹീൽ ചെയ്യാൻ ധൈര്യമില്ല. നമ്മൾ ചെയ്താൽ ശരിയാവുമോ എന്നുള്ള പേടി. നിങ്ങൾ ചെയ്താൽ എന്താ ശരിയാവാണ്ട്? എൻ്റെ കൈകളിലൂടെ ഒഴുകുന്നതും എൻ്റെ ഗുരുവിൻ്റെ കൈകളിലൂടെ ഒഴുകുന്നതും നിങ്ങളുടെ കൈകളിലൂടെ ഒഴുകുന്നതും എല്ലാം ഒരേ ശക്തിയാണ്. അത് മനസ്സിലാക്കുക. ആ ശക്തി എല്ലാവർക്കും ഒരുപോലെ പ്രവർത്തിക്കും. എന്നിൽ എക്സ്ട്രായോ നിങ്ങളിൽ കുറവോ അങ്ങനെ ഒന്നുമില്ല. എല്ലാവരിലും ഒരുപോലെ പ്രവർത്തിക്കും. നിങ്ങളൊരു വിദ്യ പഠിക്കുന്നത് എന്തിനാണ്? ആ വിദ്യയാൽ നമുക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് യാതൊരു തരത്തിലും ഇങ്ങനെയുള്ള സംശയം വെച്ചിട്ടൊന്നും നിങ്ങൾ ചെയ്യാൻ നിൽക്കണ്ട. പിന്നെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുമ്പോൾ കൃത്യമായ സാധന നമുക്കുണ്ടോ എന്ന് നമ്മൾ ഉറപ്പ് വരുത്തുക. നമ്മൾ കൃത്യമായിട്ട് സാധന ചെയ്യുന്നുണ്ടോ നോക്കുക. രണ്ടാമത്തെ കാര്യം ശുദ്ധി, ശരീരശുദ്ധിയും നമ്മൾ താമസിക്കുന്ന ഭവനവും മറ്റും ശുദ്ധിയാക്കി വയ്ക്കുക. എപ്പോഴും എന്താ വെച്ചാൽ നമ്മുടെ ഈ ഒരു പ്രപഞ്ചത്തിൽ പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള എനർജീസ് ഉണ്ട്. സോ നമ്മൾ ക്ലെൻസ് ചെയ്ത് വെക്കുക എന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അത് നമ്മൾ കൃത്യമായിട്ട് ചെയ്യാം. മൂന്നാമത്തെ കാര്യം, ഇപ്പം മന്ത്രങ്ങളൊക്കെ പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ മന്ത്രങ്ങളൊക്കെ ചൊല്ലുക. ഇപ്പം നാമജപം വളരെ നല്ലതാണ്. ഇതൊക്കെ പോസിറ്റീവ് എനർജി കൂട്ടുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഒരു ഹീലിംഗ് സെഷൻ ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഭയവും ഇല്ലാതെ 100% രേഖയ്ക്ക് സറണ്ടർ ആയിക്കൊണ്ട് രേഖയിലും ഗുരുപരമ്പരകളിലേക്കും സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ഹീലിംഗ് എടുക്കാം. അവിടെ ഒരു ഭയവും നമ്മുടെ ഉള്ളിലുണ്ടാവരുത്. ഇനി ഹീലിംഗ് എടുക്കുന്ന സമയത്ത് കൃത്യമായ പ്രൊട്ടക്ഷൻ, ചെയ്യേണ്ട രീതിയിൽ 100% ഡെഡിക്കേഷൻ, കൃത്യമായ ഇൻറ്റൻഷൻ, അഫർമേഷൻ ഇതൊക്കെ കൊടുത്ത് ചെയ്യുന്ന കാര്യം പൂർണ്ണ ബോധ്യത്തോടെ, ഉത്തരവാദിത്ത ബോധത്തോടെ, സമർപ്പണ ഭാവത്തോട് കൂടിയിട്ട് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നേരത്തെ പറഞ്ഞതുപോലെ എത്തിക്കോഡ് കട്ട് ചെയ്യേണ്ടത് നിർബന്ധമാണ്. പ്രൊട്ടക്ഷൻ ഇടുക, കൈകൾ വാഷ് ചെയ്യുക. ഇങ്ങനെ നമ്മൾ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു ഹീലിംഗ് സെഷനെ കൊണ്ടും യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും നിങ്ങൾക്ക് വരില്ല. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, രേഖി ഒരു ഉത്തരവാദിത്വമാണ്, വലിയൊരു ഉത്തരവാദിത്വമാണ്. ഞാൻ എൻ്റെ ഗുരുവിൻ്റെ അടുത്ത്, വിനോദ് സാറിൻ്റെ അടുത്ത് എല്ലാ ഡിഗ്രിയും നേരിട്ടെടുക്കാനുള്ളൊരു ഭാഗ്യം കിട്ടിയ ആളാണ് ഞാൻ. അപ്പോൾ ഓരോ തവണ സാറിൻ്റെ അടുത്ത് പോകുമ്പോഴും സാറ് നമുക്ക് അറ്റോൺമെൻറ്റ് തരുന്നതിന് മുന്നേ നമ്മളടുത്ത് ചോദിക്കും, ഫസ്റ്റ് ലെവൽ അറ്റോൺമെൻറ്റാണ് എടുക്കാൻ പോകുന്നത്, ഈ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ താങ്കൾ തയ്യാറാണോ എന്ന്. മനസ്സറിഞ്ഞുകൊണ്ടാണ് ഞാൻ പറയാറ് തയ്യാറാണ് എന്ന്. കാരണം ഇത് വലിയൊരു ഉത്തരവാദിത്വമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മളൊരു വിദ്യ പഠിക്കാൻ പോകുന്നതിന് മുന്നേ ഏറ്റവും കുറഞ്ഞത് ആ വിദ്യ എന്താണെന്നും
അതിൻ്റെ മൂല്യം എന്താണെന്ന് നമ്മളൊന്ന് അറിയാൻ ശ്രമിക്കുക. ഒരുപാട് പേര് റേക്കി പഠിച്ചിട്ട് സെൽഫ് ഹീലിംഗ് പോലും ചെയ്യാതെ നിൽക്കുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ കൈകളിലൂടെ ഒഴുകുന്ന ശക്തി എന്താണ് എന്ന്, അതിൻ്റെ പ്രാധാന്യം എന്താണ് എന്ന്. ഈ സമ്പൂർണ്ണ പ്രപഞ്ചത്തിലും നിറഞ്ഞു നിൽക്കുന്ന മസ്കുലിൻ ഫെമിനിൻ എനർജിയുടെ കോമ്പിനേഷനാണ് റേക്കി. ആ റേക്കി വെച്ചിട്ട് ഈ സമ്പൂർണ്ണ പ്രപഞ്ചത്തിലും എന്തുമാത്രം നന്മകൾ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നറിയോ? അപ്പോൾ അത്രയും വലിയ നന്മകളൊക്കെ ചെയ്യാൻ വേണ്ടി ആ ഈശ്വരൻ നമ്മളെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വമാണ് നിങ്ങളൊരു റേക്കി ചാനലാവുക എന്ന് പറയുന്നത്. ഇവിടെ പല ഗുരുക്കന്മാരും, ഞാൻ ആരെയും പേരെടുത്ത് പറയുന്നതോ ആരെയും മോശമാക്കി പറയുന്നതോ അല്ല, എങ്കിലും പറയാതിരിക്കാൻ വയ്യാത്തതുകൊണ്ട് പറയാണ്. പല ഗുരുക്കരും പഠിപ്പിക്കുന്ന സമയത്ത് ഈ സ്റ്റുഡൻസിന് ഒരു ഗുരു എന്ന് പറയുന്നത് ശിഷ്യനിലെ ഇരുട്ടിനെ മാറ്റുക എന്നതാണ് ആ വാക്കിൻ്റെ അർത്ഥം പോലും. ജ്ഞാനത്തിൻ്റെ വെളിച്ചം കൊണ്ടുവരാനാണ് ഗുരു എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പം നമ്മൾ ഒരു വിദ്യ പഠിപ്പിച്ചിട്ട് അവരെ പേടിപ്പിക്കുകയല്ല ചെയ്യേണ്ടത്, മറിച്ച് അവർക്ക് വേണ്ടുന്ന ധൈര്യവും സപ്പോർട്ടും ഒരു ഗുരു കൊടുക്കണം. അവിടെയാണ് ഒരു ഗുരുവിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്, മഹത്വം എന്ന് പറയുന്നത്. അപ്പോൾ പല ഗുരുക്കന്മാരും പഠിപ്പിക്കുന്ന സമയത്ത് നിങ്ങളാരും വേറെ ആരെയും ചെയ്യണ്ട, ഹീലിംഗ് ഒക്കെ ഞാൻ എടുക്കാം, നിങ്ങളാരും വേറെ ആരെയും ചെയ്യണ്ട, നിങ്ങളെ കർമ്മ ബാധിക്കും എന്ന് പറഞ്ഞ് പേടിപ്പിച്ചിട്ട് പഠിപ്പിക്കുന്ന ഗുരുക്കന്മാരുണ്ട്. സോ ദയവേർന്ന് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നിങ്ങൾ ഭയക്കാതിരിക്കുക. കാരണം നിങ്ങളെ റേക്കി ചൂസ് ചെയ്യുന്നതാണ്, റേക്കി നിങ്ങളെ ഈ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്നത് നമുക്ക് ചുറ്റുമുള്ള ആളുകൾക്കും നമുക്ക് ചുറ്റുമുള്ള സഹജീവികൾക്കും ഈ സമ്പൂർണ്ണ പ്രപഞ്ചത്തിന് വേണ്ടി നമ്മളിലൂടെ എന്തോ ഒരു കാര്യം ആ ഈശ്വരശക്തിക്ക് സമ്പൂർണ്ണമാക്കാനുണ്ട്. സോ ആ ഒരു ഈശ്വരശക്തി നമ്മെ ഏൽപ്പിക്കുന്ന ആ കാര്യം എത്രത്തോളം ഭംഗിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ അത്രയും ഭംഗിയായി സമർപ്പണ ബോധത്തോടു കൂടി ഈശ്വരനെ എല്ലാം അർപ്പിച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോഴാണ് ഏറ്റവും നല്ല ഗുഡ് കർമ്മ നമ്മൾ സാധിക്കപ്പെടുന്നത്. സോ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ഒരു ഭയവും ഇല്ലാതെ പൂർണ്ണ ആത്മവിശ്വാസത്തോടു കൂടി ആ എനർജിയിലെല്ലാം സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ചെയ്യാം. ഒരു ബുദ്ധിമുട്ടും ആർക്കും വരില്ല. എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ, എല്ലാ നന്മയും ഉണ്ടാകട്ടെ. താങ്ക് യു.